നമസ്കാരം. ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ ലോകരാഷ്ട്രങ്ങളെ മാത്രമല്ല ട്രംപിന്റെ സ്വന്തം അമേരിക്കയെ പോലും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന, ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാത്ത ട്രംപിനെ പോലൊരു വിഡ്ഢിയോട് എന്തു പറയാൻ. പക്ഷെ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങളാണ്. 6 വർഷത്തിനിടെ ആദ്യത്തെ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ഭീഷണിയിൽ അമേരിക്ക വിറങ്ങലിക്കുകയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ധനബില്ല് പാസാക്കുന്നതിൽ US കോൺഗ്രസിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ധാരണയിലെത്താനായില്ല. കോൺഗ്രസിലെ തിരക്കിട്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഒരു അവസാന ശ്രമമെന്ന നിലയിൽ സെനറ്റിൽ അവതരിപ്പിച്ച താൽക്കാലിക ഫണ്ടിംഗ് ബില്ലും ഡെമോക്രാറ്റുകളുടെ പിന്തുണയില്ലാത്തതിനാൽ പരാജയപ്പെട്ടു. ഇതോടെ ഷട്ട്ഡൌൺ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി. ഒരു ഷട്ട്ഡൌൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ സമ്മതിച്ചിരുന്നു. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ട്രംപ് ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തുകയും ഷട്ട്ഡൌൺ ഉണ്ടായാൽ മുൻഗണനാ പദ്ധതികൾ ഇല്ലാതാക്കുമെന്നും വൻതോതിൽ പൊതുമേഖലാ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒരു ഷട്ട്ഡൌൺ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാമെന്നും ഈ പ്രതിസന്ധിയുടെ ഭാഗമായി ഡെമോക്രാറ്റുകൾ പിന്തുണയ്ക്കുന്ന പല ഫെഡറൽ പദ്ധതികളും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാനും കഴിയുമെന്നും അവ ഡെമോക്രാറ്റുകളുടെ കാര്യങ്ങളായിരിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം അവർ പഠിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു വഴികളില്ല എന്നും രാജ്യത്തിന് വേണ്ടി ഇത് ചെയ്യേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു. സമയപരിധിക്കുള്ളിൽ ധനബിൽ പാസ്സാകാതെ വന്നതോടെ ഫെഡറൽ ഗവൺമെന്റിന്റെ വലിയൊരു ഭാഗം പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. ഈ സ്തംഭനാവസ്ഥ 7 ആഴ്ച വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ആരോഗ്യ പരിപാലന രംഗത്തെ വ്യവസ്ഥകളിലാണ് ഡെമോക്രാറ്റുകളും വൈറ്റ് ഹൌസും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ടപ്പിരിച്ചുവിടൽ ഭീഷണികൾ നിയമലംഘനമാണ് എന്നാരോപിച്ച് ഫെഡറൽ ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന യൂണിയനുകൾ ചൊവ്വാഴ്ച സാൻ ഫ്രാൻസിസ്കോയിൽ കേസ് ഫയൽ ചെയ്തു. ഷട്ട്ഡൌൺ സമയപരിധിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഈ നിയമപരമായ നീക്കം. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോരും രൂക്ഷമായി. ചർച്ചകൾക്ക് ശേഷം ട്രംപ് പോസ്റ്റ് ചെയ്ത ഡെമോക്രാറ്റിക് നേതാക്കളായ ചക്ക് ഷൂമറിനെയും ഹക്കീം ജെഫ്രീസിനെയും പരിഹസിക്കുന്ന ഒരു AI നിർമ്മിത വീഡിയോ വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് നേതാക്കൾ പറയുന്നത് വീഡിയോയിൽ വ്യാജമായി ചിത്രീകരിച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച ജെഫ്രീസ് അടുത്ത തവണ തനിക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്തു നോക്കി പറയണമെന്നും വ്യാജ വീഡിയോയിലൂടെ ഒളിച്ചോടരുതെന്നും ആവശ്യപ്പെട്ടു. അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ ഗവൺമെന്റ് ഷട്ട്ഡൌൺ എന്നത് വളരെ ഗുരുതരമായ സാമ്പത്തികവും സാമൂഹികവുമായി പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. സർക്കാർ ബജറ്റ് അംഗീകരിക്കാതെയോ ധനവിനിയോഗ നിയമം പാസ്സാകാതെയോ വന്നാൽ സർക്കാർ സേവനങ്ങളുടെ വലിയൊരു ഭാഗവും അടച്ചുപൂട്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് വേതനം ലഭിക്കാതെയോ വൈകിപ്പോവുകയോ ചെയ്യുന്നതുമാണ് ഈ അവസ്ഥ. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ നേതൃത്വവും അദ്ദേഹത്തിന്റെ ഭീകരമായ തീരുമാനങ്ങളും നിരവധി തവണ അമേരിക്കയെ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ട്രംപ് ഭരണകാലത്തുണ്ടായിരുന്ന 2018-2019 കാലത്തെ ഷട്ട്ഡൌൺ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് 35 ദിവസം നീണ്ടുനിന്ന സർക്കാർ അടച്ചുപൂട്ടൽ കോടിക്കണക്കിന് ആളുകളെ ബാധിച്ചു. ഇന്നും ട്രംപിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിന്റെ വിഭജിക്കുന്ന രീതികളും പുതിയ ഷട്ട്ഡൌൺ സാധ്യതകളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ട്രംപിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കായി പൊതുജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് ഒരു വലിയ അനീതിയാണ്. ട്രംപിന്റെ രാഷ്ട്രീയ കളികളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ സാമ്പത്തിക ആഘാതം അമേരിക്കൻ ജനങ്ങളുടെ വിശ്വാസം തന്നെ ഇടിച്ചു തകർക്കുമെന്ന് ഉറപ്പാണ്. ഷട്ട്ഡൌൺ സമയത്ത് സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും സർവകലാശാലകളും ആശുപത്രികളും പോലും പ്രവർത്തനരഹിതമാകുന്ന ഒരു അവസ്ഥ സംജാതമാകും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനം രാജ്യത്തിന്റെ ഭാവി തലമുറയെ അപകടത്തിലാക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. ട്രംപിന്റെ രാഷ്ട്രീയ സമീപനം ഡിവൈഡ് ആൻഡ് റൂൾ എന്നതാണ്. സ്വന്തം രാഷ്ട്രീയ ശക്തി ഉറപ്പിക്കാൻ അദ്ദേഹം സർക്കാർ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്താൻ തയ്യാറാണ് എന്ന് സാരം. 2019 ഷട്ട്ഡൌൺ അതിന്റെ വലിയ തെളിവായിരുന്നു. മെക്സിക്കോ അതിർത്തിയിൽ മതിൽ പണിയാൻ ഫണ്ടിംഗ് വേണമെന്ന ഏകദേശം വിവേചനപരമായ ആവശ്യത്തിനായി അദ്ദേഹം അമേരിക്കയെ 35 ദിവസമാണ് മുഴുവൻ ഇരുട്ടിലാഴ്ത്തിയത്.
ഈ രീതിയിൽ ജനാധിപത്യത്തെ കളിയാക്കുന്ന നേതാവിനെതിരെ അമേരിക്കൻ ജനങ്ങളും ലോക സമൂഹവും പോലും ശക്തമായി പ്രതികരിക്കുന്ന സമയം ഇനി വിദൂരമല്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച